ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടു, അതായത് വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ വന്നത് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. അതായത് അതിൽ നടന്ന കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. എന്തായാലും ഞായറാഴ്ചയാണ്, ഇന്ന് ലൈവ് ഇല്ല, ഒരുപാട് വീഡിയോ ചെയ്യാനില്ല. അതെ, അപ്പൊ നമുക്ക് എന്തായാലും ഇന്നലെ നടന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെ കുറെ വീഡിയോ ചെയ്യാന്നുള്ളത് തന്നെയാണ്. പ്രധാനമായിട്ട് രണ്ട് രീതിയിലുള്ള വ്യൂവേഴ്സാണ് ഉള്ളത്. ഒന്ന് നമ്മൾ അതിൽ പെടും, അതായത് ഇങ്ങനെ നമ്മൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും ചോദിച്ച് ഇങ്ങനെ വലിച്ചു കീറുന്ന ലാലേട്ടൻ. തീർച്ചയായിട്ടും. അതായത് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഒരു ദയാദാക്ഷിണ്യമല്ലാതെ ആ സാധനം ഇല്ലാതെ എന്ത് ചെയ്യുന്നു, വലിച്ചു കീറുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. അല്ലെങ്കിലും നമ്മളെ പോലുള്ള തേർഡ് റേറ്റ് തെണ്ടികൾ മറ്റൊരാൾ വേദനിക്കുന്ന കാണുമ്പോഴാണല്ലോ സന്തോഷിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിട്ട് അല്ല. അതെ അതെ, മുടിച്ചുള്ള ആ ഒരു വൈബാണ്. ഓക്കെ, അത് നമ്മൾ ആഗ്രഹിക്കും. അതല്ലാതെ മറ്റൊരു രീതിയുണ്ട്. അതായത് ബിഗ് ബോസിന് തന്ത്രപരമായിട്ട് ഇവർക്കൊരു ഗെയിം ഉണ്ട്. ഇപ്പോ പിടിച്ച് കളിക്കുന്ന ഒരു കണ്ടന്റ് വെച്ച് തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന, അതായത് ചില കണ്ടന്റുകൾ മാത്രമായിരിക്കും ആ ബിഗ് ബോസ് അത് ആഗ്രഹിക്കുന്നത്. ചിലത് നന്നാക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിൽ കളിക്കുന്ന ബിഗ് ബോസിനെ കാണാം. ബിഗ് ബോസിന്റെ മൈൻഡ് ഗെയിം. അപ്പോ ഇതിലേത് രീതിയിലാണ് ഇന്നലെ വന്നത് എന്നുള്ളതാണ്. നീ സാറ്റിസ്ഫൈഡ് ആണോ, ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ, ഇതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇന്നലെ കുറെ ആൾക്കാർക്ക് ലാലേട്ടൻ മാസിൽ വന്നിട്ട് മാസിൽ വരും എന്ന് പ്രതീക്ഷിച്ചിട്ട് കിട്ടിയത് ഇതുപോലെ ആരും കൊതിച്ചു എന്നുള്ള നല്ല രസമുണ്ടല്ലോ. നീ അതിട്ടോടാ, നിന്റെ താടി മീശയും കൂടി കളയണം കേട്ടോ. ലാലേട്ടൻ കളഞ്ഞോ? അല്ല, ലാലേട്ടൻ കളഞ്ഞില്ല, എന്നാലും അത് കൊതിച്ചു ഈ ലെവലിലായോ എന്നുള്ളതാണ് ചോദ്യം. സംഭവം നല്ല രസം കേട്ടോ, രസമുണ്ടല്ലേ? ഓക്കെ, അപ്പൊ കാര്യത്തിലേക്ക് വരാം. പക്ഷെ ഞാൻ ഭയങ്കര ആകർഷിക്കുന്നൊരു സാധനമായി മാറുന്നത്. ഓക്കെ, അപ്പൊ ഈ ലെവലായോ? എങ്ങനെ ഇത് കെട്ടല്? അതതിന്റെ ലോക്ക് ഇടണം. നിന്നെ കെട്ടുന്നുണ്ടോ? തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇരിക്കട്ടെ, രസമുണ്ട്. ആരും കൊതിച്ചു പോകും. നീ കുറച്ച് മീശയൊക്കെ ഒന്നുകൂടി പിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓണം കൂടി വരുന്നേ, കുറച്ച് തടി കൂടെ ഉണ്ടായി മാവേലി ആക്കിയാലും എല്ലാരും. അത് ശരി. ഓക്കെ, അപ്പൊ കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഇങ്ങനെ ആയോ എന്നാണ് ചോദ്യം. ചിലർക്ക് മാസമായിരുന്നു, ചിലർക്ക് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമുക്ക് ഇങ്ങനെയായിട്ടാ തോന്നിയേട്ടോ, നമുക്ക് നല്ല എനിക്ക്. കാരണം പ്രതീക്ഷിച്ചിരുന്ന ഒരു കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അത്രയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വീക്കായിരുന്നു കഴിഞ്ഞ വീക്ക്. ആ വീക്കില് നമുക്കറിയാം ബിഗ് ബോസ് നിർത്താൻ പോയി, അങ്ങനത്തെ സംഭവങ്ങൾ വരെ ഉള്ള ബിഗ് ബോസിന്റെ ആ ഒരു വീക്കില് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട്, അതായത് നൈസായിട്ട് ചോദിച്ചിങ്ങനെ പോണ ആ ഒരു രീതി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒന്ന് ഫയർ ചെയ്യുന്നത് പോലും കണ്ടിട്ടില്ല. അതായത് സോഫ്റ്റ് ആയി പോയി, വളരെ സോഫ്റ്റ് ആയി പോയി. സോഫ്റ്റ് തന്നെ പല രീതിയിലുണ്ടല്ലോ. ചിലത് ഒന്ന് ഞെട്ടിച്ചിട്ടെങ്കിലും ഒന്ന് സോഫ്റ്റ് ആവും. ഇത് അങ്ങനത്തെ ഒന്നുമില്ല, എല്ലാം ചിരിച്ചുകൊണ്ട് കൂളായിട്ട് അത്ര സിമ്പിൾ ആയിട്ട്. അപ്പൊ എന്തിന് ആ വീക്കെൻഡിൽ ഇവര് ഇത് നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്ര സിമ്പിളുള്ള പ്രശ്നങ്ങളായിരുന്നെങ്കിൽ അല്ലേ? ഞാൻ ചിന്തിച്ചു പോയതാണ്. വൺ ട്വിസ്റ്റ് ആയിട്ടാണ് ഇവർ ആ സാധനം കൊണ്ടുവന്നത്. അതായത് ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള സീസണില് ചരിത്രത്തില്, മലയാളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ സീന് ഇല്ല. അതായത് ഞങ്ങൾ നിർത്തിവെക്കാൻ പോവാണ്. അതെ, കാരണം ഇവരുടെ റൂൾസ് ബ്രേക്ക് ചെയ്തതിന്റെ പേരില്. മനസ്സിലായില്ലേ? അപ്പോ ആ ഒരു സംഭവം നടന്ന വീക്കില്, അതിന്റെ വീക്കെൻഡിലേക്ക് വരുമ്പോൾ തീർച്ചയായും ആ ഒരു ഇഷ്യൂ വളരെ നിസ്സാരമായി പോയി എന്നുള്ളത് സത്യമാണ്. വളരെ നിസ്സാരം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ആകെ ഒന്ന് പറഞ്ഞങ്ങ് പോയതല്ലാണ്ട് പിന്നെ അതിനെക്കുറിച്ച് ചർച്ച പോലും ചെയ്തിട്ടില്ല. ജിസേലിനോട് 1-2 പ്രാവശ്യം ഈ സാധനം ചോദിക്കുന്നതല്ലാതെ അതിന്റെ ഒരു ഡീറ്റെയിലിങ്ങോ ഒന്നുമില്ല. ഓക്കെ, എനിക്ക് തിരിച്ചഭിപ്രായമുള്ളത്, അതായത് നല്ല ശരിയാണ്, ലാലേട്ടൻ ഒരു പൂക്കി ലെവലായിരുന്നു. പക്ഷേ ആള്, അതായത് ബിഗ് ബോസിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു ഇന്നലെ. ഒരിക്കലും ജിസേൽ അനുമോൾ കണ്ടന്റ് ഇനി മാറിപ്പോരുത്. കുറച്ച് നാൾ അത് വേണം എന്നുള്ളത്. കുറച്ചു കാലം ഇപ്പൊ ഇനി വൈൽഡ് കാർഡ് വന്നിട്ട് ഗെയിം മാറോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷെ അതുവരെ എന്തായാലും ഇത് തന്നെ പോവാനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നു. ഇവരുടെ മെയിൻ കണ്ടന്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. അതിന് കാരണം പറഞ്ഞാല്, അതായത് ഒന്ന് പ്രേക്ഷകർ കണക്ട് ആവുക എന്നുള്ളതാണ്.
ആദ്യത്തെ കാര്യം. അതായത് അവിടെ നടക്കുന്ന മെയിൻ കണ്ടന്റ് ഇവര് വലിയതാണെന്ന് കരുതി പുറത്തേക്ക് വിടുന്ന സംഭവം നമുക്ക് കണക്ട് ആവുക എന്നുള്ളതാണ്. അത് കണക്ട് ആയിട്ടുണ്ട് ഇവിടെ ഒന്ന്. ഓക്കെ, അതൊരു സത്യം. പിന്നെ വളരെ വൾഗറായി പോയിരുന്ന ഒരു കണ്ടന്റ് ആയിരുന്നു ആദ്യത്തെ ആഴ്ച. അതായത് അനീഷിന്റെ ഒച്ചമ്പിളിയും കാര്യങ്ങളും ഒക്കെ അത് സീനായിരുന്നു. ആള് കണ്ടന്റ് വരുന്നുണ്ടോ, ആൾക്ക് ഫാൻസ് വരുന്നുണ്ടോ, അതൊന്നല്ല ഇവിടെ പറഞ്ഞത്. അതിന്റെ നിലവാരം കുറച്ച് താഴെയാണ്, ഭയങ്കര മോശമായിരുന്നു. അതെ, 2 തട്ടില് 2 ആൾക്കാരുണ്ടാവുമായിരുന്നു. പക്ഷെ ഇവിടെ 2 താരങ്ങൾക്ക് വേണ്ടി തട്ടില് പ്രേക്ഷകർ നിൽക്കുന്നതാണ്. അതായത് ജിസൈലിന് വേണ്ടി അല്ലെങ്കിൽ അനുമോൾക്ക് വേണ്ടി. ഈ 2 കാര്യവും ബിഗ് ബോസിന് ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഇത് രണ്ടും ഏതെങ്കിലും ഒരു പക്ഷം മാത്രം എടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഗുണം എന്നുള്ള രീതിയിൽ അല്ലാതെ 2 ടീമും വരുമ്പോ, അതായത് ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതിൽ ശരിക്കും കണക്ട് ആയി. സത്യമാണ്. അപ്പൊ അത് ഇല്ലാതാക്കാൻ ബിഗ് ബോസ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ കണ്ടന്റിന് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ, ഒരു സിനിമ പോലെ തന്നെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവം. അതായത് ഒരു പ്രതിപക്ഷവും ഒരു നായകപക്ഷവുമാണ്, തീർച്ചയായിട്ടും ആന്റഗോണിസ്റ്റും പ്രോട്ടഗോണിസ്റ്റും. അതിന് പിന്നില് കുറെ ആൾക്കാരുണ്ടാവും, അവരൊക്കെ സപ്പോർട്ടേഴ്സ് ആയിരിക്കും. അതായത് നായകനെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ വില്ലനെ ഇഷ്ടപ്പെടുന്നവർ. ഇനി അതല്ലാതെ അവിടെ കണ്ടസ്റ്റൻസുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇവർ നിൽക്കുന്ന ഒരു പക്ഷം ഉണ്ടാവും. അങ്ങനെ മൊത്തത്തില് 2 പക്ഷത്ത് നിൽക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസുകളും കൃത്യമായി ഈ ഒരു സിനിമാറ്റിക് അനുഭവം കിട്ടാനുള്ള എല്ലാ സംഭവം ആയിട്ടുണ്ട്. തുടക്കത്തിലാണ് കേട്ടോ. ഇത് പക്കാ പരിപൂർണമായി ഈ സീസണിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് ഇപ്പൊ ഉറപ്പിക്കാനായിട്ടില്ല. പക്ഷെ അതിന്റെ തുടക്കം എത്തുമ്പോൾ അതിനിവര് ഇല്ലാതാക്കും. ഒരിക്കലും ഇല്ല. അതിന്റെ ഒന്നാമത്തെ കാരണം ഇനി പറഞ്ഞുതരാം. ഇന്നലെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലാലേട്ടൻ പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഇതുവരെയുള്ള സീസണുകളിലെ ഏറ്റവും വലിയ TRP റേറ്റിംഗിലാണ് ഇപ്പൊ ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഹോട്ട്സ്റ്റാറിലാണെങ്കിലും മറ്റുള്ള ഏതിലാണെങ്കിലും അത് തന്നെ. അത് 2ാമത്തെ ആഴ്ച TRP ഇത്ര കൂടി നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ ഗെയിമിന്റെ ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഒന്നുകൂടി ഒന്ന് ആക്റ്റീവ് ആയിട്ടുള്ളത്. അത് അതിന് മുന്നത്തെ ആഴ്ച എനിക്ക് തോന്നുന്നില്ല അത്രയും വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടെന്ന്. അതായത് പ്രേക്ഷകർ കണക്ട് ആയിട്ടില്ല. പ്രേക്ഷകർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇമോഷണലി അതൊരു റിവെഞ്ച് പോലെയാണ്. അതെ, ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അതിന് ഫൈറ്റ് ചെയ്ത്, അതായത് യുദ്ധം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കും. അത് ഗ്രൂപ്പുകളിലായാലും മറ്റ് ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റിൽ താഴെയാണെങ്കിൽ പോലും അങ്ങനെ ആവും. അപ്പോൾ ആ രീതിയിൽ പ്രേക്ഷകർ കണക്ട് ആയി കഴിഞ്ഞ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോ ബിഗ് ബോസ് നിൽക്കുന്നത്. അപ്പൊ അത് ഇല്ലാതാക്കാൻ ബിഗ് ബോസ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള തെളിവാണ് ബിഗ് ബോസിന്റെ ഇന്നലത്തെ എപ്പിസോഡ്. തീർച്ചയായിട്ടും അത് ആ ഒരു ഭാഗം യോജിക്കണം. കാരണം എല്ലാവരും, അതായത് ഇപ്പോ അനുമോൾ, ജിസേൽ, ഇതാണ് മെയിൻ കണ്ടന്റ്. ഇപ്പോ ഷാനവാസ് അവിടെ ഒരു വേറൊരാളായിട്ട് ചെയ്യാനായി നിൽക്കുന്നു. ബാക്കിയുള്ള എല്ലാവരും ഇതില് ഭാഗമാണ്. അതായത് ശരിക്കും സപ്പോർട്ടിങ് ആക്ടേഴ്സിനെ പോലെ. അപ്പൊ കൃത്യമാണ് ഇപ്പത്തെ കറക്റ്റ് ഒരു ലെവല് കറക്റ്റാണ്. ഇപ്പൊ ഒരു മൂഡ് പിടിച്ചിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അത് കറക്റ്റ് ഇങ്ങനെ പോകും. അതെന്തായാലും ഒരു 2-3 ആഴ്ചയെങ്കിലും ഇവര് മാക്സിമം ഇത് യൂസ് ചെയ്യും. കാരണം ആ ലെവലിൽ നിന്ന് ഇത് എങ്ങോട്ട് പോകും എന്നുള്ളത് ബിഗ് ബോസിന് പോലും അറിയില്ല. അതിന് കാത്തിരിക്കുകയാണ് അവര്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടിയത് ഒരിക്കലും ഇല്ലാതാക്കിയിട്ട് പുതിയ ലെവലിലേക്ക് ഇവരെ മാറ്റാൻ ഇവർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തെളിവാണത്. അതൊന്നാമത്തെ തെളിവാണ് ഇതിനകത്ത് ഇന്നലെ ഇവര് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇതിനെ കൈകാര്യം ചെയ്ത രീതി തന്നെ. അതെ, അത് കൃത്യമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പറയാം. കാരണം അത് എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അത് ബിഗ് ബോസ് എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് വഴുതി മാറാൻ ആഗ്രഹിക്കുന്നില്ല, കണ്ടന്റ് മാറ്റി പിടിക്കാതെ തന്നെ ഇതേ കണ്ടന്റ് തന്നെ ഒന്നുകൂടെ ശക്തമായി തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഇന്നലത്തെ എപ്പിസോഡിൽ വ്യക്തമാണ്. അതെന്ത് എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ പറയാം. അപ്പൊ എന്തായാലും ആരും കൊതിച്ചു നീ വെച്ചേ, എന്നാലും ഞാൻ വെച്ചു, നീ ഒന്ന് വെച്ചോ. നീ കൂടി കേറിക്കോന്നല്ലേ. എനിക്ക് ചേരുന്നില്ല, അതാണ് പ്രശ്നം. രസമുണ്ട്, അത് റെഡ് ആയതുകൊണ്ടാണ്. കിടക്കട്ടെ, ഇങ്ങനെ ഇടുമ്പോ വലിയ ടീഷർട്ടൊക്കെ ഉള്ളിൽ ഇട്ടേക്കണ പോലെ അല്ലേ? അത് ശരിയാണല്ലോ, അറിയത്തില്ല. നല്ല റേറ്റുള്ള സാധനം അത്. പറഞ്ഞിട്ടിപ്പോ എന്താ കാര്യം? എന്ത് സാധനമാണെങ്കിലും പട്ടി നക്കിയാ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മളിട്ട് കഴിഞ്ഞില്ല. എത്ര വില ഉണ്ടായിട്ട് എന്താ കാര്യം? എന്തല്ലേ ഉദിച്ചു നിൽക്കുന്നത് സംഭവം ശരിയാണ്. സാധനം അടിപൊളിയാട്ടോ. ഇത് ശരിക്കും ലാലേട്ടൻ കാണണ്ട, ചിലപ്പോ എടുത്തോണ്ട് പോകും. ലാലേട്ടൻ എനിക്ക് ഇതല്ല ലാലേട്ടൻ വേണ്ടി വരിക, ഇതിന് പറ്റുന്ന ഈ ഷർട്ടാണ്. ഇത് ഞാൻ അതിനായിട്ട് സെലക്ട് ചെയ്താൽ ഇതിന് പറ്റും. അതുകൊണ്ട് ഭയങ്കര ഒരു എടുപ്പുണ്ട്. അതെ, പിന്നെ കണ്ടില്ല വാച്ച് പോലും കറക്റ്റ്.
നേരെ കോൺട്രാസ്റ്റ് കൊള്ളാം. ശരിക്കും നമുക്കൊരു വ്ളോഗ് ഇങ്ങനെ ഇട്ടാൽ മതി, ഇങ്ങനെ മാലയോ വളയൊക്കെ കൊണ്ടുവന്നിട്ട് രാവിലെ മുതൽ ഇതില്ല. അതായത് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടില്ലേ, കൊള്ളാം. ആലോചിക്കാവുന്നതാണ്. കണ്ടന്റ് മുഖ്യം വീടേ, അതാണ് വേണ്ടത്. അതെ.